ഇന്ന് ഞാൻ നല്ലൊരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റോടു കൂടി നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി. എന്നും ഈ ഹിന്ദിക്കാരുടെ പരിപ്പ് കറിയൊക്കെ കഴിച്ച് മടുത്ത്. അപ്പം വിചാരിച്ചു എന്നാൽ ഇന്ന് നമ്മൾ മലയാളികൾ തയ്യാറാക്കുന്ന പോലെ തന്നെ പരിപ്പ് കറി തയ്യാറാക്കാമെന്ന്. അതിനായി ഞാൻ പരിപ്പൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞങ്ങൾ ഹിന്ദിക്കാരല്ല, ഹിന്ദിക്കാരുടെ രീതിയിലാണ് മിക്കപ്പോഴും ഇവിടെ കറി വെക്കാറുള്ളത്. അത് പെട്ടെന്നാണല്ലോ, അതിന് തേങ്ങ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പരിപ്പടുപ്പേ വെച്ച് അത് വെന്ത് കഴിയുമ്പം ജസ്റ്റ് കടുക് വറുത്താൽ മതിയല്ലോ. ഇത് നമുക്ക് തേങ്ങയൊക്കെ തിരുവണം, തേങ്ങ അരയ്ക്കണം. അതുകൊണ്ട് ഇതിലൊക്കെ എളുപ്പമാണ്. അതുമല്ല, ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എത്രയും ഇഷ്ടം അല്ല ഈ നാട്ടിൽ തേങ്ങ അരച്ച് കറി വെക്കുന്ന കറികൾ. ഇപ്പോഴത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് തേങ്ങ അരച്ച കറികളൊന്നും അധികം ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അവരങ്ങനെ കഴിക്കാറില്ല. അതേസമയം നമ്മൾ ഈ ഹിന്ദിക്കാർ വെക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ കടുക് വറുത്തെടുക്കുന്ന തക്കാളിയൊക്കെ ചേർത്ത് കടുക് വറുത്തെടുക്കുമ്പോൾ ആ കറി അവർക്കിഷ്ടം. അവരത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കും. നല്ല ഇഷ്ടമാണ്. ഇവിടെ ഹിന്ദിക്കാരുടെ വീടുകളിൽ എല്ലാ ദിവസവും കാണുന്നതെന്നാണ് പരിപ്പ് കറി ചോറും. അവരുടെ ചോറ് ചെറിയ ചോറ്, ജീരകമണി പോലത്തെ അരിയുടെ ചോറ്, അതും പരിപ്പ് കറി അവർക്ക് മെയിനായിട്ടുണ്ട്, എന്നും ഉണ്ട്. അതിൻ്റെ കൂടെ അവരെന്തെങ്കിലും സബ്ജിയൂടെ ഉണ്ടാക്കും, ഒരു കറി കൂടെ ഉണ്ടാക്കും. കറിയായിട്ടല്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കും, നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ നോക്കുന്ന പോലെ തന്നെ. ഇവിടെ ഞാൻ പരിപ്പൊക്കെ അടുപ്പ് വെച്ച് അതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ ചിരവിയെടുത്ത് അതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, നമ്മളുടെ മസാല, അതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒക്കെ അരച്ച് ചേർത്ത് ഒന്ന് കടുക് വറുത്തെടുക്കണം. അത്രയേ ഉള്ളൂ. എങ്കിലും ഈ പരിപ്പ് കറിക്ക് എനിക്കിഷ്ടമാണ്, പക്ഷേ ചിലവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മറ്റു രീതിയിലൊന്നും വെക്കാറുള്ളത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് കറി വെച്ച് കഴിച്ച് നോക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അത് എന്നും അല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ കറി വെക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലവണ്ണം പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇത്രയും മാത്രം വെന്താൽ മതി. അധികം വെന്ത് പോകാതെയും വേകാതിരിക്കുകയും ചെയ്തിട്ടില്ല. കറക്റ്റ് പരുവായിട്ടാണ് ഇത് വെന്ത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു 2 വിസിൽ അടിച്ചാൽ മതി. അതിൽ ഇതുപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. തുവർ ഡാലാണ്, തുവർ പരിപ്പ്. അത് പിന്നെ നമുക്ക് മസൂർ ദാൽ, അങ്ങനെയൊക്കെയുള്ള പരിപ്പിൽ ഇതുപോലെ കറി വെക്കാം. പിന്നെ ചെറുപയറിൻ്റെ പരിപ്പ് കിട്ടും, അതും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കറി വെക്കാനായിട്ട്. തേങ്ങ അരച്ചും അല്ലാതെയും കറി വെക്കാൻ. അത് നിങ്ങൾ കറി വെച്ചിട്ടില്ല എങ്കിൽ അതും തയ്യാറാക്കി നോക്കുക. ഇവിടെ ഞാൻ അത് കുക്കറിൽ നിന്ന് മാറ്റി പരിപ്പ് അതിലേക്ക് ഞാനിനി തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നതാണ് മെയിനായിട്ടുള്ളത്. അതിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് ഈ പരിപ്പ് കറിയാണോ ഇഷ്ടം, അതോ ഹിന്ദിക്കാരൊക്കെ വെക്കുന്ന പോലുള്ളത് പരിപ്പ് കറിയാണോ ഇഷ്ടമെന്ന് അഭിപ്രായം അറിയിക്കുക. നിങ്ങളങ്ങനെ കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും തയ്യാറാക്കി നോക്കാം. തേങ്ങയൊക്കെ അധികം ഉപയോഗിക്കാതെ തന്നെ ആ പരിപ്പ് കറി തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പിന്നെ എല്ലാ പരിപ്പും കൂടി ചേർത്ത് വേണമെങ്കിൽ പരിപ്പ് കറി തയ്യാറാക്കാം. എന്ന് പറഞ്ഞാൽ തുവരപ്പരിപ്പ്, മസൂർ പരിപ്പ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിൻ്റെ, ഓറഞ്ച് കളറിൻ്റെ ഒരു പരിപ്പില്ലേ അത്, പിന്നെ ചെറുപയറിൻ്റെ പരിപ്പ്, ഇതൊക്കെ ചേർത്ത് ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാം. കടലപ്പരിപ്പ് ഇതിനകത്ത് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അത് പിടിക്കത്തില്ല, മീൻസ് അത് ടേസ്റ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ പരിപ്പ് ചേർത്തിട്ടില്ല. പിന്നെ മിക്കപ്പോഴും ഈ തുവരപ്പരിപ്പൊക്കെയാണ്. തുവരപ്പരിപ്പ് 2 രീതിയിലുണ്ട്. ഒന്ന് വലിയ തുവരപ്പരിപ്പുണ്ട്, ചെറിയതുമുണ്ട്. വലിയത് അത്രയും ടേസ്റ്റ് ഇല്ല, പക്ഷേ ചെറിയ തുവരപ്പരിപ്പിന് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കിവിടെ അത് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കത് കറക്റ്റ് അറിയാൻ പറ്റും, വലിയ പരിപ്പും ചെറിയ പരിപ്പും. അവിടെ ഞാനതെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്തു. അതിലേക്ക് ഇനി നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണം. എണ്ണ ഒഴിച്ച് പാനിലേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അല്പം കിട്ടി, അത് ചേർത്ത് കൊടുത്ത് ഇനി അത് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് ഇനിയും ഞാൻ നേരത്തെ മാറ്റി വെച്ച തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്തു. തേങ്ങ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. തീർച്ചയായിട്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ പരിപ്പ് കറി വെക്കുമ്പോൾ അല്പം കായ കൂടി ചേർത്ത് കൊടുക്കണം. കായം ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അത് നമ്മൾ തേങ്ങ അരച്ചില്ലെങ്കിലും അരച്ചാലും കായം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കായം ചേർത്തത് കാണിച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ചേർത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ആയി കിട്ടണം. അതുവരെ ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ട്, ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആവട്ടെ.
ഈ കടുക് വറുക്കുന്നതിലാണ് നമ്മുടെ പരിപ്പ് കറിയുടെ ടേസ്റ്റ്. തേങ്ങ തീർച്ചയായിട്ടും ചേർത്ത് കൊടുത്താൽ നമുക്കതുപോലെ ടേസ്റ്റിനായിട്ട് കിട്ടും. മുളക് പൊടി അല്പം ചേർത്ത് കൊടുത്തത് ഓപ്ഷണൽ, വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ കൂടി അഭിപ്രായം അറിയിക്കുക. ഈ കടുക് വറുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇത് ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും വേണ്ട. അത് കഴിഞ്ഞു. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനും പപ്പടം, മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കുക. അറിയത്തില്ലെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞാൻ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും എൻ്റെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് എൻ്റെ ചാനലുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.